യേശുവിൽ പ്രിയപ്പെട്ടവരെ, താലന്തുകളുടെ ഉപമയിൽ രാജാവ് ഒരാൾക്ക് 1 താലന്തും വേറൊരാൾക്ക് 2 താലന്തും മറ്റൊരാൾക്ക് 5 താലന്തുമാണ് നൽകുന്നത്. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയിൽ പകൽ മുഴുവൻ അധ്വാനിച്ചവർക്കും കുറച്ച് മണിക്കൂറുകൾ അധ്വാനിച്ചവർക്കും 1 മണിക്കൂർ അധ്വാനിച്ചവർക്കും ഒരേ കൂലി നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്. വചനം പറയുന്ന പോലെ ദൈവത്തിൻ്റെ ദാനമനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകുക. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൃപ കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ വ്യത്യസ്തമായ അളവിലായിരിക്കാം നമുക്ക് കൃപ ലഭിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് 1 താലന്ത് കിട്ടിയവനെ പോലെ ആ കൃപ ഉപയോഗിക്കാതെ കൃപയില്ലാത്തവരെ പോലെ നമ്മൾ ജീവിക്കുന്നു. മറ്റു ചിലപ്പോൾ കൃപ കുറഞ്ഞു പോയതിനെക്കുറിച്ച് ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു. ഇനിയും ചിലപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ കൃപ ലഭിച്ചതിനെ ഓർത്ത് നമ്മൾ അസൂയപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് ലഭിച്ച കൃപയെക്കുറിച്ച് അഹങ്കരിച്ച് നമ്മളത് നഷ്ടപ്പെടുത്തി കളയുന്നു. ആവശ്യമായിട്ടുള്ളത് എന്താണ്? 2ഉം 5ഉം താലന്ത് കിട്ടിയവർ ചെയ്തതുപോലെ നമ്മൾക്ക് കിട്ടിയ കൃപയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ കൃപയിൽ വളർന്നു വരുവാൻ, അത് ഉപയോഗിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന് മഹത്വവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.